കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച ഏക മകൾക്കായി നീതി തേടി പോരാട്ടത്തിലാണ് ഒരു കുടുംബം. മെഡിക്കൽ വിദ്യാർത്ഥിനിയായ കീർത്തി സുനുകുമാർ കഴിഞ്ഞ വർഷം മെയ്യിലാണ് കൊച്ചിയിൽ ആസ്റ്റർ മെഡിസിറ്റിയിലെയും റെനെ മെഡിസിറ്റിയിലെയും ചികിത്സാ പിഴവുകളെ തുടർന്ന് മരണമടഞ്ഞത്. ഇത് ശരിവെച്ചുകൊണ്ടുള്ള കണ്ടെത്തലുകൾ ഡിസ്ട്രിക്ട് ലെവൽ എക്സ്പെർട്ട് പാനൽ കമ്മിറ്റി നടത്തിയിരുന്നു. എന്നാൽ ഇവരിൽ ആരാണ് ചികിത്സാ പിഴവ് നടത്തിയതെന്ന് കൃത്യമായി റിപ്പോർട്ടിൽ പറയാത്തതിനാൽ ഇതുവരെയും പോലീസിന് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കാനായിട്ടില്ല. 2024 മെയ് 6-നാണ് കടുത്ത തലവേദനയെ തുടർന്ന് കീർത്തി സുനുകുമാറെ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലും തുടർന്ന് റിനെ മെഡിസിറ്റിയിലും ചികിത്സക്കായി എത്തിക്കുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായി രോഗനിർണയം നടത്താതെ സൈക്കാട്രി വിഭാഗത്തിൽ ചികിത്സ നൽകുകയായിരുന്നു. തുടർന്ന് മെയ് 10-ാം തീയതി റിനെ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കെ കീർത്തി മരിച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ തലച്ചോറിലെ അണുബാധ മൂലമാണ് മരണം സംഭവിച്ചതെന്ന് കണ്ടെത്തി. ഇതിലേക്ക് സൂചന നൽകുന്ന ലക്ഷണങ്ങളും ബ്ലഡ് റിസൾട്ട്സും ഉണ്ടായിരുന്നിട്ടും ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചികിത്സ കീർത്തിക്ക് നൽകിയിരുന്നില്ല. ചികിത്സാ പിഴവ് ആരോപിച്ച കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാതല എക്സ്പെർട്ട് പാനൽ കമ്മിറ്റി അന്വേഷണം നടത്തുകയും ഇരു ആശുപത്രികളിലെയും ചികിത്സാ പിഴവാണ് മരണകാരണമെന്നും കണ്ടെത്തുകയും ചെയ്തു. നാളിതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന് ആവശ്യമായ വിവരങ്ങൾ ഡിസ്ട്രിക്ട് ലെവൽ എക്സ്പെർട്ട് പാനലിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്നില്ല. പോലീസ് പലവട്ടം DMOയെ സമീപിച്ചു. എറണാകുളം DMO ഇതുവരെയും ആവശ്യമായ വിശദാംശങ്ങൾ, കേസ് രജിസ്റ്റർ ചെയ്യുന്ന ആവശ്യമായ വിശദാംശങ്ങൾ കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഇതേ തുടർന്ന് ഞാൻ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതികൾ അയച്ചിട്ടുണ്ട്. ഇതിലും നടപടികൾ ഉണ്ടായില്ല എങ്കിൽ പിന്നെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ എന്നൊരു മാർഗം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പോലീസിന് കൈമാറുകയും ചെയ്തു. ആശുപത്രി അധികൃതരുടെ കുറ്റകരമായ അനാസ്ഥ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇതിൽ ആരൊക്കെ കുറ്റക്കാരാണെന്നും നടന്ന ചികിത്സാ പിഴവ് കൃത്യമായി എന്താണെന്നും ഈ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നില്ല. ആരോഗ്യവകുപ്പിന്റെ ഈ അനാസ്ഥ മൂലം മരണം നടന്ന് 10 മാസം കഴിഞ്ഞിട്ടും പോലീസിന് അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്താനോ കുടുംബത്തിന് നീതി നേടിക്കൊടുക്കുവാനോ കഴിഞ്ഞിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നതിലെ കാലതാമസമടക്കം പല ഘട്ടങ്ങളിലും ഈ കുടുംബം കുറ്റകരമായ അനാസ്ഥ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാണെങ്കിലും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണ് അച്ഛൻ സുനുകുമാറും അമ്മ കലയും. ആരോഗ്യരംഗത്തെ മുന്നേറ്റത്തിന് കളങ്കം വരുത്തുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ കീർത്തിക്ക് നീതി നേടിക്കൊടുത്തേ മതിയാകൂ. ക്യാമറമാൻ ഹരിയോടൊപ്പം സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം.